പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് കറാച്ചി. ഇന്ന് പാകിസ്ഥാനുള്ളിലേക്ക് ആയുധങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ അത് കറാച്ചി തുറമുഖം വഴി മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഈ തുറമുഖം ഇന്ത്യൻ നാവികസേന വിചാരിക്കുകയാണെങ്കിൽ വെറും ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേന മാറി മാറി ബ്രഹ്മോസ് മിസൈൽ അയക്കുന്നതിലൂടെ തന്നെ നമുക്കിത് മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യുദ്ധക്കപ്പലുകളിൽ എത്ര ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ട്? എത്ര യുദ്ധക്കപ്പലുകൾ പോയാൽ പാകിസ്ഥാന്റെ പൂർണ്ണ നാവികസേനയെയും നശിപ്പിച്ച് കറാച്ചിയെയും പൂർണ്ണമായി നശിപ്പിച്ചിട്ട് തിരികെ വരാൻ സാധിക്കും? ഇതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, ഇന്ത്യ കറാച്ചിയെ പൂർണ്ണമായും നശിപ്പിക്കാൻ ഒരു കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് അയച്ചാൽ മതി. ഒരു കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിൽ ഒരു വിമാനവാഹിനി കപ്പൽ, 2 ഡെസ്ട്രോയേഴ്സ്, 2 ഫ്രിഗേറ്റ്സ്, കൂടെ തന്നെ ഒരു അന്തർവാഹിനി. ഇപ്പോൾ ശത്രുക്കൾക്കനുസരിച്ച് ഇതിലുള്ള ഡെസ്ട്രോയേഴ്സിന്റെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഫ്രിഗേറ്റ്സിന്റെയും അന്തർവാഹിനികളുടെയും എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യാം. വിമാനവാഹിനി കപ്പൽ ഒന്ന് മാത്രമേ കാണുകയുള്ളൂ ഈ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിൽ. ഇപ്പൊ പാകിസ്ഥാനിലേക്ക് നമ്മൾ ഒരു വിമാനവാഹിനി കപ്പലും 5 ഡെസ്ട്രോയർ യുദ്ധക്കപ്പലുകളും മാത്രം അയച്ചാൽ മതി. ഏകദേശം 90 ബ്രഹ്മോസ് മിസൈൽ അതിൽ വരുന്നുണ്ട്. ഓരോ ഡെസ്ട്രോയർ യുദ്ധക്കപ്പലിലും 16 ബ്രഹ്മോസ് മിസൈലുകൾ നമ്മെ കൊണ്ട് ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഇത് VLS എന്ന് പറയപ്പെടുന്ന വെർട്ടിക്കൽ ലോഞ്ചിങ് സിസ്റ്റം വഴിയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ VLS എന്ന സിസ്റ്റംസിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഇതാണ് വളരെ നൂതനമായ ഒരു മിസൈൽ വിക്ഷേപിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ. ഇപ്പോൾ ലോകത്തിൽ ആരൊക്കെ യുദ്ധക്കപ്പൽ നിർമ്മിക്കുന്നുവോ അവരെല്ലാം ഈ VLS വെച്ച് മാത്രമേ നിർമ്മിക്കുകയുള്ളൂ. ഈ VLS എന്നത് ഒഫൻസീവിന് വേണ്ടി വെപ്പൺ ലോഞ്ച് ചെയ്യുക മാത്രമല്ല, ആ യുദ്ധക്കപ്പലിനെ ഡിഫെൻഡ് ചെയ്യുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ വെപ്പൺസും VLS ആണ് ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഒഫൻസിന് വേണ്ടി ഈ ബ്രഹ്മോസ് ലോഞ്ച് ചെയ്യുന്നതിന് 16 VLS നമ്മുടെ ഓരോ ഡെസ്ട്രോയറിലും ഉണ്ട്. അപ്പോൾ 5 ഡെസ്ട്രോയർ എടുത്താൽ അതിൽ 90 ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ട്. ഈ ബ്രഹ്മോസ് മിസൈലുകളുടെ റേഞ്ച് 500 മുതൽ 800 കിലോമീറ്റർ വരെയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ 500 കിലോമീറ്റർ അകലെ നിൽക്കുന്ന നമ്മുടെ യുദ്ധക്കപ്പലുകൾ 800 കിലോമീറ്റർ മാറിയുള്ള കറാച്ചിയെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കാൻ കഴിയും. അതേസമയം കറാച്ചിക്ക് സമീപമുള്ള പാകിസ്ഥാന്റെ വാർഷിപ്സ് നമ്മെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ യുദ്ധക്കപ്പലുകൾക്ക് 250 മുതൽ 300 കിലോമീറ്റർ അടുത്തേക്ക് വന്നേ മതിയാകൂ. എന്നാൽ അങ്ങനെ തൊട്ടടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിലുള്ള അന്തർവാഹിനികളെ മറികടന്ന് മാത്രമേ വരാൻ കഴിയൂ. ഈ അന്തർവാഹിനി എന്നത് ഒരു സ്ട്രാവ് പോലെയാണ്. ഇന്നത്തെ കാലത്ത് ഒരു യുദ്ധക്കപ്പലിനെ മുക്കിക്കളയാനുള്ള ഒരു കഴിവ് അന്തർവാഹിനികൾക്ക് മാത്രമേ ഉള്ളൂ. ഈ അന്തർവാഹിനികൾ വെള്ളത്തിന് അടിയിലായതുകൊണ്ട് തന്നെ അത് എവിടെയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുകയില്ല. പെട്ടെന്ന് ഒരു ടോർപിഡോ അല്ലെങ്കിൽ മിസൈൽ വന്ന് ലോഞ്ച് ആകും. അപ്പോൾ അന്തർവാഹിനികളെ കണ്ടെത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ അമേരിക്കയുടെ പക്കൽ നിന്ന് വാങ്ങിയ P-8I മാരിടൈം പാട്രോൾ എയർക്രാഫ്റ്റ് ആണ്. ബോയിങ് കമ്പനി നിർമ്മിച്ച ഈ ഒരു എയർക്രാഫ്റ്റ് പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെള്ളത്തിനടിയിലുള്ള അന്തർവാഹിനി കപ്പലുകളെ ഡിറ്റക്ട് ചെയ്യാൻ കഴിവുള്ളവയാണ്. അന്തർവാഹിനികൾ എന്നത് വലിയ ലോഹ വസ്തു കൊണ്ട് നിർമ്മിതമായതുകൊണ്ട് തന്നെ കാന്തിക തരംഗങ്ങളിൽ സംഭവിക്കുന്ന ചില സൂക്ഷ്മമായ മാറ്റങ്ങൾ വഴി വെള്ളത്തിനടിയിലുള്ള ഈ സബ്മറൈനെ ഇതിനെ കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഒരു സ്ഥലത്ത് അന്തർവാഹിനി ഉണ്ട് എന്നുള്ള ഒരു സംശയം വന്നാൽ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് സോണാർ സെൻസേഴ്സ് ഡ്രോപ്പ് ചെയ്യുകയും ആ സെൻസർ വഴിയും എവിടെയാണ് അന്തർവാഹിനി ഉള്ളതെന്നത് കൃത്യമായി ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഈ മാരിടൈം പാട്രോൾ എയർക്രാഫ്റ്റിന്റെ കൃത്യതയെക്കുറിച്ച് പറയണമെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് പോയ വർഷം ചൈനയുടെ മത്സ്യബന്ധന ബോട്ട് ഒന്ന് അപകടത്തിൽപ്പെട്ടു. അതിലുള്ള നാവികരെ രക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ ഈ ചൈനയ്ക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ ഇവരുടെ നാവികർ എവിടെയാണ് ഉള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പെട്ടെന്ന് ഇന്ത്യയുടെ പക്കൽ അവരൊരു റിക്വസ്റ്റ് നടത്തി. ഈ പ്രദേശത്ത് അവരുടെ ഒരു കപ്പൽ മുങ്ങാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ P-8I ഈ ഒരു പ്രത്യേക വിമാനം ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ കണ്ടെത്താൻ കഴിയും എന്നാണ് ചൈന പറഞ്ഞത്. അങ്ങനെ ഒരു വിമാനം തന്നെ വേണമെന്ന് ചൈനക്കാർ തന്നെയാണ് റിക്വസ്റ്റ് കൊടുത്തത്. നമ്മുടെ P-8I പൊസൈഡനാണ് ആ നാവികരെ രക്ഷപ്പെടുത്തി ചൈനയിലേക്ക് അയച്ചത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്കിത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ചൈനക്കാർ സ്പെസിഫിക്കലി റിക്വസ്റ്റ് ചെയ്തതാണ് P-8I പൊസൈഡൻ അയക്കണമെന്ന്. അപ്പോൾ അത്രത്തോളം ശക്തമായ സെൻസേഴ്സ് ഉള്ള ഈ P-8I പൊസൈഡൻ ഇതുള്ളപ്പോൾ ഇതിന്റെ പക്കൽ നിന്നും ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസിനെ രക്ഷപ്പെടുക ബുദ്ധിമുട്ടായ കാര്യമാണ്. എന്നാൽ പാകിസ്ഥാന്റെ പക്കലുള്ളതെല്ലാം നോക്കുകയാണെങ്കിൽ ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് ആണ്. ഈ ഡീസൽ ഇലക്ട്രിക് സബ്മറൈനെ കൊണ്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിൽ തന്നെ കഴിയാൻ സാധിക്കില്ല. ചില മണിക്കൂറുകൾ കഴിഞ്ഞ് അതിന്റെ ബാറ്ററിയിലെ ഇലക്ട്രിസിറ്റി കഴിഞ്ഞാൽ അത് വെള്ളത്തിന് മുകളിലേക്ക് വരണം. അങ്ങനെ ചെറുതായി ഒന്ന് മുകളിലേക്ക് വന്നാൽ മാത്രം മതി P-8 പൊസൈഡനിൽ അകപ്പെടുകയും ഒരു ടോർപിഡോ വഴി അത് തകർക്കപ്പെടുകയും ചെയ്യും. ഇപ്പൊ ടോർപിഡോസ് എന്ന് പറയുമ്പോൾ അത് ലോഞ്ച് ചെയ്യുന്നതിന് നമുക്ക് യുദ്ധക്കപ്പലുകൾ ആവശ്യമാണ്. ഈ യുദ്ധക്കപ്പലുകൾ ടോർപിഡോസ് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അന്തർവാഹിനി കപ്പലിന് അടുത്തേക്ക് വരണം.
ഇങ്ങനൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. ഇവിടെയും നമ്മുടെ പക്കൽ ഒരു ആയുധമുണ്ട്. ഈ ആയുധം സത്യത്തിൽ ലോകത്തിൽ മറ്റാരുടെ പക്കലുമില്ല. അതാണ് സ്മാർട്ട്. ഈ സ്മാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മിസൈലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടോർപിഡോ ആണ്. പൊതുവെ ഒരു യുദ്ധക്കപ്പലിൽ നിന്നും ടോർപിഡോ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ടോർപിഡോസിന്റെ റേഞ്ച് വളരെ കുറവാണ്. വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ ഒരു 15-20 കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്രയും അടുത്ത് പോയാൽ മാത്രമേ അന്തർവാഹിനികൾക്ക് എതിരെ ടോർപിഡോസിനെയോ അല്ലെങ്കിൽ വാർഷിപ്സിനെതിരെ ഈ ടോർപിഡോസിനെയോ ലോഞ്ച് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ മിസൈലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടോർപിഡോ ചെയ്യുന്നത് തറയിൽ നിന്നായിരിക്കും പോവുക. ഇപ്പോൾ ഈ P-8I പൊസൈഡൻ അവിടെ ഒരു അന്തർവാഹിനി ഉണ്ടെന്ന് കണ്ടെത്തുകയും ആ ഒരു സ്ഥലത്തെ മാർക്ക് ചെയ്ത് നൽകും. ഏകദേശം ഒരു 10 ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ ഒരു അന്തർവാഹിനി ഉണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ആ സ്ഥലത്തെ നോക്കി ഈ സ്മാർട്ട് എന്ന മിസൈൽ പറക്കും. ഈ ഒരു മിസൈലിനുള്ളിൽ ഒരു ടോർപിഡോ ഉണ്ടാകും. ആ സ്മാർട്ട് ചെയ്യുന്നത് തറയിൽ നിന്നും ഏകദേശം 1500 കിലോമീറ്റർ യാത്ര ചെയ്യും. തറയിൽ നിന്നും പോകുന്ന ഈ ഒരു മിസൈൽ കൃത്യം ആ ഒരു 10 ചതുരശ്ര കിലോമീറ്റർ ആ ഒരു സ്ഥലത്ത് താഴേക്ക് വീഴുകയും ആ ടോർപിഡോ റിലീസ് ആകും. വെള്ളത്തിനടിയിൽ ചെന്ന ഈ ടോർപിഡോ ഇനി ചെയ്യാൻ പോകുന്നത് അതിലുള്ള സെൻസേഴ്സ് വഴി തൊട്ടടുത്ത് അന്തർവാഹിനികൾ എവിടെ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും അതിനെ തിരഞ്ഞു ചെന്ന് അറ്റാക്ക് ചെയ്യും. ഇങ്ങനെ ഒരു സിസ്റ്റം ലോകത്തിൽ ഇന്ത്യയുടെ പക്കൽ മാത്രമാണുള്ളത്. എന്തിന് റഷ്യൻസ്, ചൈനീസ്, അമേരിക്കൻസിന്റെ പക്കൽ പോലും ഇങ്ങനെ ഒരു മിസൈൽ കം ടോർപിഡോ സംവിധാനം ഇല്ല. അപ്പോൾ നമ്മുടെ പക്കലുള്ള ഈ ഒരു സ്പെഷ്യലായ ആയുധം ഉപയോഗിച്ചാൽ കൃത്യമായി നമ്മുടെ സൈനികരുടെ ഒരു സ്ട്രാറ്റജിയും ഉണ്ടെങ്കിൽ യാതൊരു കാഷ്വാലിറ്റിയും കൂടാതെ പാകിസ്ഥാന്റെ അന്തർവാഹിനികളെ എല്ലാം വേട്ടയാടി നശിപ്പിക്കാൻ സാധിക്കും. അന്തർവാഹിനികളാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി. ആ ഒരു ത്രെഡ് അവസാനിപ്പിക്കുകയാണെങ്കിൽ പിന്നെയുള്ളത് സർഫസ് വാർഷിപ്പാണ്. ഈ സർഫസ് വാർഷിപ്പുകളെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകളെ കൊണ്ട് നശിപ്പിക്കാൻ കഴിയും. ബ്രഹ്മോസിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാം. മാർക്ക് 3.5 വേഗതയിൽ സ്കിമ്മിംഗ് മോഡിലേക്ക് പോകും. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 10 മീറ്റർ ഉയരത്തിൽ, ഒരു 10-15 മീറ്റർ ഉയരത്തിൽ അതിന് പറക്കാൻ സാധിക്കും. ഇതിനെ കൊണ്ട് റഡാറിന്റെ കണ്ണുകളിൽ ഇതിന് പെടാനും സാധിക്കില്ല. ആ കപ്പലിനടുത്തേക്ക് ഈ ഒരു മിസൈൽ എത്താൻ 15-18 സെക്കൻഡ് മാത്രമുള്ളപ്പോഴാണ് കപ്പലുള്ളവർക്ക് പോലും മനസ്സിലാവുക ഒരു ബ്രഹ്മോസ് മിസൈൽ നമ്മെ നോക്കി വരുന്നു എന്ന്. ഇത്രയേറെ തന്ത്രപരമായ വളരെ പ്രധാനപ്പെട്ട ബ്രഹ്മോസ് മിസൈലുകൾ അവിടെ ചെയ്യുന്നത് ഉടൻ തന്നെ പാകിസ്ഥാൻ കരസേനയുടെയും നാവികസേനയുടെയും യുദ്ധക്കപ്പലുകളെയും ഡെസ്ട്രോയേഴ്സിനെയും വെടിവെച്ച് വീഴ്ത്തും. അവരുടെ പക്കൽ ഡെസ്ട്രോയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയും വെടിവെച്ച് വീഴ്ത്തും. എന്നാൽ അവരുടെ പക്കൽ ഇല്ല എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഫ്രിഗേറ്റ്സിനെ എല്ലാം നശിപ്പിക്കുകയാണെങ്കിൽ അടുത്ത സർഫസ് ലെവലിൽ യാതൊരു ത്രെഡും നമുക്കില്ല. ഉള്ളതെല്ലാം ഏരിയൽ ത്രെഡ് മാത്രമാണ്. ഇനി ഏരിയൽ ത്രെഡ് എന്ന് വരുമ്പോൾ അടുത്തിടെ പാകിസ്ഥാന്റെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വന്നിരുന്നു. ഇന്ത്യൻ ജനങ്ങൾ ഈ ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിമാനങ്ങൾ എവിടെയെല്ലാം നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊന്നും ട്വിറ്ററിൽ കാണിക്കില്ല. പക്ഷെ പാകിസ്ഥാനുള്ളവർക്ക് വെറും 5000 രൂപ കൊടുത്താൽ മാത്രം മതി, അവർ തന്നെ എല്ലാ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരുമെന്ന്. അതനുസരിച്ച് അവിടെയുള്ള ജനങ്ങൾ തന്നെ പറയുന്നത് കറാച്ചി തുറമുഖത്തെ സംരക്ഷിക്കാൻ ഏകദേശം 10 F-16 യുദ്ധവിമാനങ്ങൾ, 10 JF-17 യുദ്ധവിമാനങ്ങൾ, ഇങ്ങനെ മൊത്തം 20 യുദ്ധവിമാനങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. ഈ 20 യുദ്ധവിമാനങ്ങൾ നമുക്കൊരു ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഭീഷണിയാണ്. ഇപ്പോൾ ഈ ഒരു ഭീഷണിയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ MiG-29 വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ MiG-29 വിമാനങ്ങളുടെ കഴിവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അറിയേണ്ടത് കാർഗിൽ യുദ്ധത്തിൽ MiG-29 ബോർഡറിനടുത്ത് പറന്നുകൊണ്ടിരുന്നു. പാകിസ്ഥാന്റെ എല്ലാ യുദ്ധവിമാനങ്ങൾക്കും എതിരെ നമ്മുടെ MiG-29 യുദ്ധവിമാനങ്ങൾ എയർ ടു എയർ മിസൈൽ ഉപയോഗിച്ച് ലോക്ക് ചെയ്തു. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ സൈനികർക്ക്, അതായത് കാർഗിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ സൈനികർക്ക് ഒരു എയർ സപ്പോർട്ട്, ഒരു എയർ കവറേജ് പാകിസ്ഥാനിലെ വ്യോമസേനയെ കൊണ്ട് നൽകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത്രത്തോളം വളരെ പോർട്ടന്റ് ആയ ഒരു എയർക്രാഫ്റ്റ് ആണ് MiG-29K. അപ്പോൾ ഈ MiG-29 കേസ് ചെയ്യുന്നത് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെ നമ്മുടെ യുദ്ധക്കപ്പലുകൾക്ക് അടുത്തേക്ക് വരാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തും. ഇപ്പോൾ ഇവയെല്ലാം നമ്മൾ ചെയ്യുകയാണ്. പാകിസ്ഥാന് സർഫസ് ത്രെഡ് ഇല്ല, സർഫസിനടിയിലുള്ള അന്തർവാഹിനികളുടെ ത്രെഡും ഇല്ല, ആകാശത്തിൽ വരുന്ന വിമാനങ്ങളുടെ ത്രെഡും ഇല്ല എന്ന ഒരു സാഹചര്യത്തിൽ വളരെ സാവധാനം കറാച്ചി തുറമുഖത്തെ നമ്മെക്കൊണ്ട് പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കും. കൂടാതെ കറാച്ചി തുറമുഖത്തെ ആക്രമിക്കാൻ നമുക്ക് ബ്രഹ്മോസ് മിസൈലുകൾ പോലും ആവശ്യമില്ല. വില കുറഞ്ഞ നിർഭയ് പോലുള്ള ക്രൂയിസ് മിസൈലുകൾ വെച്ച് പോലും നമുക്ക് ആക്രമിക്കാൻ സാധിക്കും. അപ്പോൾ ഏകദേശം 5 ഡെസ്ട്രോയർ യുദ്ധക്കപ്പൽ, ഒരു വിമാനവാഹിനി കപ്പൽ, 3 അല്ലെങ്കിൽ 4 സബ്മറൈൻസ്, ഇവയെല്ലാം ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് ആണ്. ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മുടെ പക്കൽ അതില്ല. റഷ്യൻസിന്റെ പക്കൽ നിന്നും ലീസിനെടുത്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ന്യൂക്ലിയർ സബ്മറൈനും തിരികെ റഷ്യയിലേക്ക് തന്നെ അയച്ചിട്ടുണ്ട്. നമ്മുടെ പക്കലുള്ള ന്യൂക്ലിയർ സബ്മറൈൻ ബാലിസ്റ്റിക് മിസൈലുകളെ ലോഞ്ച് ചെയ്യാൻ കഴിവുള്ള സബ്മറൈനാണ്. അത് അയച്ചാൽ പാകിസ്ഥാന്റെ നാശം എന്നാണ് അർത്ഥം. അതായത് ഒരു യുദ്ധം ചെയ്യാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്,
പൂർണ്ണമായും ഭൂപടത്തിൽ നിന്നും പാകിസ്ഥാനെ തുടച്ചു നീക്കണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻസ് പോവുക. എന്നാൽ അത് അങ്ങനെ പോകാൻ പാടില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമുക്ക് യാതൊരു രാജ്യത്തിലുള്ള പൗരന്മാരും ശത്രുക്കളല്ല. ആ രാജ്യത്തിന്റെ ഭരണകൂടമാണ് നമ്മുടെ ശത്രു. അപ്പോൾ ഏതൊരു ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ, ന്യൂക്ലിയർ സബ്മറൈൻസും ഇല്ലാതെ തന്നെ വെറും ഈ അസറ്റ്സ് വെച്ചുകൊണ്ട് മാത്രം പാകിസ്ഥാൻ നാവികസേനയെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും. മുഴുവൻ കറാച്ചി തുറമുഖത്തെയും കത്തിച്ച് നശിപ്പിച്ച് തിരികെ വരാനും കഴിയും. നമ്മുടെ നാവികസേനയിലുള്ള 40% അസറ്റ്സ് മാത്രം ഉപയോഗിച്ചാൽ മതി ഇവയെല്ലാം ചെയ്യാൻ സാധിക്കും, കാഷ്വാലിറ്റി ഒന്നും കൂടാതെ. അത്രത്തോളം ഒഫൻസീവ് പവർ, ഫയർ പവർ നമ്മുടെ നാവികസേനയിലുണ്ട്. ഇതിനകം നമ്മൾ സർജിക്കൽ സ്ട്രൈക്കിൽ നമ്മുടെ ആർമി ഉപയോഗിച്ചു. ഇത് നേവിക്കായിട്ടുള്ള ഒരു സമയമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.